ചെമ്മീനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചെമ്മീന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്തും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇതിനകത്ത് ചട്ടിക്കകത്ത് വറുക്കണം. വറുത്തതല്ല, മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇട്ട് വെളിച്ചെണ്ണയിൽ നല്ലോണം ഒപ്പിക്കുക. ശേഷം തീ കുറച്ച് വെച്ച് വേണം ചെയ്യാനായിട്ട്. കുറച്ച് ഉപ്പും കൂടി ഇടുക. ഈ പരുവാകുമ്പോൾ നമ്മൾ പുളിവെള്ളം ഒഴിക്കും. പുളി, ഈ കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ, അതാണ് ഒഴിക്കുന്നത്. കുടംപുളി അതിനകത്ത് കുറച്ച് വെള്ളം കൂടി തിളച്ച് വരണം. തിളച്ച് വരാൻ വേണ്ടി തിളക്കട്ടെ. സാധാ ചെമ്മീൻ കറിയാണ്, എല്ലാവരും വെക്കുന്ന പോലെ ഞാനും വെക്കുന്നു. അത് നിങ്ങളെ കാണിക്കുന്നു എന്നേ ഉള്ളേ. ചെമ്മീൻ കഴുകി എല്ലാം വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് അരപ്പ് നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഉപ്പുണ്ടോ നോക്കട്ടെ. ഇനി കുറച്ച് കറിവേപ്പില, കുറച്ച് ഉലുവ പൗഡറും കൂടി, കുറച്ച് ഉലുവ ചേർത്ത് നന്നായിട്ട് വറ്റട്ടെ. നീരുന്നു കേട്ടോ, നന്നായിട്ടിരുന്ന് വറ്റട്ടെ. മുളക് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. മുളകും മഞ്ഞളും മാത്രം, ഇച്ചിരി ഉലുവ പൗഡർ, ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടു. ഇനി ഇച്ചിരി കുറച്ച് ഉലുവായും ഇട്ടു. ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കടുക് വറുത്ത് ഇട്ടണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിച്ചതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് ഇതാണ് നമ്മുടെ കുടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറി. ഓക്കെ.